എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോയും സമരിയക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ഈ ശിഷ്യന്മാർ തിരിച്ചു വരുമ്പോൾ ഈശോയും ഈ സ്ത്രീയും കൂടി സംസാരിച്ചിരിക്കുന്നത് കാണുന്നു. ഇത്തിരി കഴിയുമ്പോൾ ഈ സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് അവൾ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്ത്രീ വെള്ളം കോരാനായിട്ട് കുടവും കൊണ്ടുവരുന്നു. ആ കിണറ്റിന്റെ കരയിൽ വെച്ചിട്ട് ഈശോയെ കണ്ടുമുട്ടുന്നു, ഈശോയോട് സംസാരിക്കുന്നു. സംസാരിച്ചു കഴിയുമ്പോൾ എന്തിനാണോ അവൾ വന്നത് ആ കാര്യമെല്ലാം മാറ്റി വെച്ചിട്ട് ഈശോയോട് സംസാരിച്ചതിന്റെ ബാക്കി പത്രമായിട്ട് ഈ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ഈ സ്ത്രീ ഓടുകയാണ്. എന്ന് പറഞ്ഞാൽ എന്തൊരു മാറ്റമാണ് ആ സ്ത്രീയിൽ ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. വെള്ളം കോരാനായിട്ടാണ് വന്നത്, പക്ഷെ ഈശോയുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിന് ശേഷം ആ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് അതുപോലും മറന്നിട്ട് ഈശോയെ കുറിച്ച് പറയാനായിട്ട് ഓടുകയാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ ഈ സമരിയക്കാരി സ്ത്രീ നമുക്കൊരു മാതൃകയാകേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈശോയെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട്, പങ്കുവെക്കുന്നതിന് ഈ സ്ത്രീ നമുക്ക് നല്ലൊരു മാതൃകയാണ്. ഇതുവരെയുള്ള ജീവിതവും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമടക്കം മറന്ന് അവൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ചെയ്യുമ്പോൾ ഈ സമരിയക്കാരി സ്ത്രീയുടെ തീക്ഷ്ണത പോലെയുള്ളൊരു തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ദൈവത്തിന്റെ സഹായം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.